ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വീണ്ടും കുറ്റം പറയാൻ പോകുന്നത് ബിഗ് ബോസ്. ഇത് കുറ്റം പറഞ്ഞ് ഞാനും എടുത്തിട്ടുണ്ടാവും, കേട്ട് നിങ്ങളും എടുത്തിട്ടുണ്ടാവും. എന്ത് ചെയ്യാം, വേറെ കണ്ടന്റ് ഒന്നും ഇല്ല ഇതിന്റെ അകത്ത്. പിന്നെ വ്യത്യാസമൊന്നുമില്ല, പതിവ് പോലെ തന്നെ കൊണയടി മാത്രം. കൂടുതൽ കൊണയടിക്കുവിൻ, കൂടുതൽ അടി ഉണ്ടാക്കുവിൻ, നിങ്ങളായിരിക്കും വിന്നർ. അതിന്റെ ഇടയിൽ വൈൽഡ് കാർഡ് എൻട്രി പണ്ടാർ, അതിനെന്താ പറയാ, വൈൽഡ് കാർഡ് എൻട്രി. ഓക്കെ, ആ ഒരു വേർഡ് എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ആ സാധനം എന്ന് പറഞ്ഞ് വേറെ കുറെ അപരാധങ്ങളെയും കൂടി കൊണ്ടുവന്ന് ഈ പൊട്ടന്മാരെ കൊണ്ടുവന്നതിനേക്കാളും അംഗനവാടി പിള്ളേരെ ഇതിന്റെ അകത്ത് കൊണ്ടുവന്നിരുന്നതായിരിക്കും ഇതിനേക്കാളും ബെറ്റർ. അറിവിന്റെ നിറകൂടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതിന്റെ അകത്ത് ഇരിക്കുന്ന ഓരോരോ സാധനങ്ങൾ വിവരക്കേടിന്റെ നിറകൂടാണ്. ഇവിടെ ഇത്തരം പറയുവിൻ, അടി ഉണ്ടാക്കുവിൻ. ബിഗ് ബോസിൽ ആരും നിങ്ങളെ നോട്ടീസ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളൊരു മൂലക്ക് ഒരു അടി ഉണ്ടാക്കാണ്ട് കുത്തിയിരുന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് ലാലേട്ടനടക്കം നിങ്ങൾ കുറ്റം പറയും. അതുകൊണ്ട് പോകുന്നവര് മാക്സിമം കൊണയടിക്കുക, വായിട്ടടിക്കുക. ഈ ബിഗ് ബോസിന്റെ അകത്തേക്ക് ഇൻവെർട്ടർ ആയിട്ട് പോകുന്ന ആൾക്കാർ തിരിച്ചു വരുമ്പോൾ ജനറേറ്റർ ആയിട്ടാണ് തിരിച്ചു വരുന്നത്. റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ ബിഗ് ബോസ് സീസൺ 6 ഔട്ടായി പോയ മുതുക്ക് വാണത്തിന്റെ കോണ ഞാൻ കേൾക്കുന്നത്. എനിക്കൊന്നേ പറയാനുള്ളൂ, ബിഗ് ബോസ് സീസൺ 6 അറിയപ്പെടും, ഞാൻ വന്നതും പോയതും വാഴ്ത്തപ്പെടും. ബിഗ് ബോസ് സീസൺ 6 അറിയപ്പെടും, ഞാൻ വന്നതും പോയതും വാഴ്ത്തപ്പെടുന്നു. പോയതും വന്നതും വാഴ്ത്തപ്പെട്ടതും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് തന്നെ. ഏതോ ഒരുത്തന്റെ താടി അടിച്ച് പൊട്ടിച്ച് കുറച്ച് ടൈം കൊണ്ട് കുത്തിയിരുന്ന് മൂങ്ങുന്നു. എന്നിട്ട് പുറത്ത് വന്നുകൊണ്ട് മാസ് ഡയലോഗ്. കഴിഞ്ഞ വർഷം ബിഗ് ബോസ് ഇയാൾ പെട്ടെന്ന് പോയത് നന്നായി. എൻ പെരുമ ഇതാണ്ടാ മുഖ്യം. നീ ആരടി സണ്ടയ്ക്ക് വന്നാൽ ആരടി മണ്ണില പോകും. ഒണ്ണാനുള്ളി വാക്കിത് റോക്കി. വലിയ മോട്ടിവേഷൻ കോഡ്സ് എല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം കണ്ടുപിടിച്ചത് കരഞ്ഞു മോങ്ങി തിരിച്ചു വരാൻ വേണ്ടി മാത്രമായിരുന്നു. പോയിട്ട് എന്തെങ്കിലും പണിയോ ഒന്നും പണിയിട്ടില്ല. പക്ഷെ കൊണയടിക്കുന്നുണ്ടോ വലിയ കോണ. പോയി ഒരുത്തന്നെ മുത്തി അടിച്ചു പൊട്ടിച്ച് തിരിച്ച് മോങ്ങിക്കൊണ്ട് തിരിച്ചങ്ങനെ തന്നെ വന്നു. ഒരു പുറത്തെത്തിക്കൊണ്ട് വലിയ കോണ. ശരീരത്തിന് മാത്രം വർക്കൗട്ട് ചെയ്താൽ പോരാ, അടക്കടക്ക് തലച്ചോറിനും കൂടി വർക്കൗട്ട് കൊടുക്കും. ഓക്കെ, അതാണ് ഉച്ചമീത് വാണിടുന്ന് വീഴുകിன்ற പോതിലും അച്ചമില്ല അച്ചമെന്നതില്ല. അത് തന്നെ പറയുന്നു, ഉച്ചിനെ മേലെ സൂര്യൻ അടിച്ചാലും നീ അച്ചുപൊട്ടൻ. ഇതുപോലെ ആൾക്കാരൊക്കെ എന്താ പറയാ, നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ബിഗ് ബോസിൽ നിന്ന് വിളിക്കില്ല. അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങൾ പറയുന്നത് കേട്ട് പഞ്ചപുച്ഛം അടക്കിയിട്ടുള്ള ആൾക്കാർക്ക് ബിഗ് ബോസ് ഒരു നല്ലൊരു സംഭവം തന്നെയാണ്. ബൈ ദ വൈ ഗൈസ്, പുള്ളി പറയുന്നത് എന്താന്ന് വെച്ചാൽ പുള്ളി നല്ല ഗെയിമറാണ്. പുള്ളി ഭയങ്കര സംഭവം ആയതുകൊണ്ടാണ് പുള്ളി നേരത്തെ തിരിച്ചു വന്നത് എന്നാ പറയുന്നത്. ബിഗ് ബോസിന്റെ അകത്ത് ക്യാമറ ഇല്ല കാര്യം ഇപ്പൊ അങ്ങനെ അറിയില്ലേ. അതിന്റെ അകത്ത് കടന്ന് മൂങ്ങിയതല്ല നാട്ടുകാർ ഇന്ന് കണ്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ അങ്ങനെ അതൊന്നും അറിയാണ്ടാണ് ഈ കൊണയടിക്കുന്നത്. പുള്ളി പറയുന്നത് മണ്ടന്മാർക്കും പൊട്ടന്മാർക്കും പാവങ്ങൾക്കും മാത്രമാണ് ബിഗ് ബോസിൽ ജീവിച്ചു പോകാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് പുള്ളി പെട്ടെന്ന് ഇറങ്ങി വന്നത്. അങ്ങനെയല്ല പറയുന്നത്. അതെല്ലാം നമ്മൾ കണ്ടതന്നെ, വലിയ കൊണയൊന്നും വേണ്ട. അംഗനവാടി കുഞ്ഞിനെക്കാളും മോശമായിട്ടാണ് ചങ്ങയ്യാന്ന് കരഞ്ഞു മെഴുകിയത്. ഞാൻ വിധവയല്ല. അല്ല, ഞാൻ വിധവയല്ല. എന്റെ ഭർത്താവ് എന്റെ ഉള്ളിൽ മരിച്ചിട്ടില്ല. സോ ഞാൻ വിധവയല്ല. ബിഗ് ബോസിന് എന്തിന്റെ ആവശ്യമാണ് ഇതിനെല്ലാം ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ വേണ്ടി? ഒരു മരിച്ചുപോയ ആളെ കുറ്റം പറയുന്ന പോലും കോമൺ സെൻസ് പോലും ആ വാണത്തിനില്ല. രേണുവിന് എന്തോ പറഞ്ഞു, പക്ഷെ വെറുതെ എന്തിനാണ് കൊലസുദ്ദീനെ അതിന്റെ അകത്തേക്ക് വലിച്ചെടുക്കുന്നത്? മിനിമം മരിച്ചുപോയ ആളെയാണ് നിങ്ങൾ കുറ്റം പറയുന്നില്ല, ഒരു കോമൺ സെൻസ് എങ്കിലും കാണിക്കും മസ്താനി. എന്തിനാണ് ഈ വാണത്തിനെല്ലാം അങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? ഈ വാണത്തിന് ശരിക്കും പറ്റുന്ന പണി എന്താന്ന് വെച്ചാൽ ഇന്റർവ്യൂ എടുക്കാൻ പോയി വാണത്തരം പറയുന്നതാണ് മസ്താനിക്ക് പറ്റിയ പണി. ബിഗ് ബോസ് 5 പൈസക്ക് ബുദ്ധിയിൽ ഒരാളെങ്കിലും അതിന്റെ അകത്തേക്ക് വിട്. എല്ലാ വാണങ്ങളും ഒന്നിലൊന്നും മ്ലേച്ചായ അച്ചു പൊട്ടന്മാരെ. ഇത് കണ്ടിട്ട് സങ്കടം വരുന്നത്. ഇത് ഞാൻ എങ്ങനെ സഹിക്കും? ആ കുട്ടി എന്നെ ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ച് ബിഗ് ബോസ്. അംഗനവാടിയിലുണ്ട് ഇതിനെക്കാളെ സ്റ്റാൻഡേർഡ്. ഇത് കുറെ ദിവസം മുമ്പ് കഴിഞ്ഞു പോയ സാധനം തോന്നുന്നു. പക്ഷെ ഈ ക്ലിപ്പ് എന്റെ കയ്യിൽ ഇപ്പാണ് കിട്ടുന്നത്. ഒരു കാര്യമില്ല, ചപ്പാത്തിക്കള്ളി ഇത് വിളിച്ച് ബിഗ് ബോസ്. ചുക്കാമണി ടച്ചിങ് സ്റ്റോറി. അനുമോള് പറയുന്ന ഓരോരോ ഡയലോഗ് നിങ്ങൾക്ക് അത്ര പോലെ ഫീൽ ആവും. നിങ്ങൾ ഒബളാങ്കട്ടയടക്ക ടച്ച് ചെയ്യും. ഇതുപോലെയില്ല അപരാധങ്ങളാണ് അനുമോള് വളമ്പുന്നത്. വേറെ ഒരു പണിയില്ലടാ. 30 വയസ്സിന്റെ മെച്യൂരിറ്റി കാണിക്കും. 30 വയസ്സുണ്ടെന്ന് പറയുന്നേക്കാം, പക്ഷെ അതിന്റെ മെച്യൂരിറ്റി കാണിക്കും. ഇതെന്താന്ന് ചപ്പാത്തിക്കള്ളിന്ന് വിളിച്ച് നിലം പറഞ്ഞിരുന്ന് മൂങ്ങുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് ഇതെല്ലാം എങ്ങനെ സഹിക്കുന്നടാ? നോങ്ങാൻ വേണ്ടി വേറെ ഒരു കാരണവുമില്ല. അതിന്റെ ഇടയിൽ നമ്മൾ ബിഗ് ബോസിലേക്കാണ് നിങ്ങൾക്ക് അഖിൽമാരാർ വന്നു ഗൈസ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 അഖിൽമാരാർക്ക് സ്വാഗതം. എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചൊക്കെയാണ്. ഇപ്പോഴെങ്കിലും 5 പൈസക്ക് ബുദ്ധിയില്ല ഒരാളെ ബിഗ് ബോസിലേക്ക് വിട്ടല്ലോ, സമാധാനം. അനുമോള് കഷ്ടപ്പെടണമെന്നില്ല, അഖിൽമാരാർ വന്ന്. അതുകൊണ്ട് ബിഗ് ബോസിന് കുറച്ചും കൂടി റേറ്റിംഗ് ഇപ്പൊ കൂടും. പട്ടി വന്ന് കഴിക്കുന്നു പറഞ്ഞിട്ട് പട്ടിക്കും അനുമോളുടെ അതേ മുഖച്ചായം അല്ലേ? അനുവിനെ പട്ടിന്ന് വിളിച്ച് 3 വാണങ്ങൾ വട്ടത്തിലിരുന്ന് കൂടി കളിയാക്കുന്നു. കൂട്ടത്തിൽ 2 മുതുക്ക് വാണങ്ങളും കൂടിയുണ്ട്. ആ വയസ്സിന്റെ ബുദ്ധിയെങ്കിലും കാണിക്കും. ഇത്രയും നാട്ടുകാരിരുന്ന് കാണുന്ന ഷോ ആണ്. അതിന്റെ അകത്ത് ഒരാളെ വിളിച്ച് കളിയാക്കുന്ന പട്ടി മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞ് 3 വാണങ്ങൾ വട്ടത്തിലിരുന്ന് കളിയാക്കുന്നു. ദയവേത് ഇതൊന്നും പിള്ളേർക്ക് കാണിച്ചു കൊടുക്കല്ല. ഇതെല്ലാം പിള്ളേർ കണ്ട് വളരുന്നത് അല്ല. ഇതൊന്നും ബിഗ് ബോസിൽ വലിയ സീനൊന്നുമില്ല. അല്ല, വേറെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ലാലേട്ടനെല്ലാം ഒന്ന് വലിയ ചോദ്യം ചെയ്യല്ലോ. ഇതൊന്നും ബിഗ് ബോസിൽ ഒരു സീനും ഇല്ല. അനുമോളെ പട്ടി അത് മറ്റേത് നിലം വിളിക്കുന്നു. ഈ പറയുന്നവന്മാർക്ക് അനുമോളെ വീട്ടുകാരെ സിമിലർ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അതായിരിക്കും ഈ വാണങ്ങൾ ഇങ്ങനെ വാണത്തരം വളമുന്നത്. 5 പൈസക്കില്ല കുറച്ചെങ്കിലും സ്റ്റാൻഡേർഡ് കാണിക്കും. എന്തിന് താങ്ക് യു സോ മച്ച്. നാട്ടുകാർ നിന്നെയാണ് പുറത്താക്കാൻ നോക്കുന്നത്. അടുത്ത പോക്കിൽ പുറത്തു വന്നത് നീ ആയിരിക്കും. അതിൽ നിന്നൊരു വാണം പുറത്തു പോയിന് വേറൊരു മുന്തിയ വാണം ഇരുന്ന് കൈയടിക്കുന്നത്. ഒരുപാട് നന്ദി. അപ്പാനി ഈ ഹൗസിൽ തുടരാൻ ഒട്ടും അനുയോജ്യമല്ല. അത്രയും മോശപ്പെട്ട വാക്കാണ് എന്നെ വിളിച്ചത്.
നീ പിന്നെ ഈ ഹൗസിൽ തുടരാൻ വേണ്ടി നല്ലോണം ഡിസർവ് ആണല്ലോ. കാണിക്കുന്നത് ഒന്നിലൊന്നും വാണത്തരം. ഒരു മരിച്ചുപോയ ആളെ കുറ്റം പറയാ, വിധവയല്ലേ മറ്റേതല്ലേ എന്നും പറഞ്ഞ രേണുസുധീനെ കളിയാക്കുക, വീൽ ചെയറിലിരിക്കുന്ന ഉസൈൻ ബോൾട്ടിനെ കളിയാക്കുന്നത്. അതാണ് എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത്. ഇതെല്ലാം കണ്ടിട്ട് എങ്ങനെയാണ് ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആകുന്നത്? ഇതിനെല്ലാം ഇന്റർവ്യൂവിൽ പോയി വാണത്തരം പറയാൻ മാത്രമേ ഉള്ളൂ. വായി തുറന്നാൽ മൊത്തം പൊട്ടത്തരാണ്. ഇന്റർവ്യൂവിൽ ഗസ്റ്റ് ആകുമ്പോൾ പിന്നെ അത് സഹിച്ചോളുമല്ലോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ലവ് യു, ബൈ ബൈ, അരിഗത്തോ ഗോസൈമാസ്.